460 ദിവസത്തിലേറെ നീണ്ട ക്രൂരതയ്ക്ക് ശേഷം ഇസ്രായേൽ സയനിസ്റ്റ് സൈന്യം തങ്ങളുടെ ആയുധങ്ങൾ താഴെ വച്ചിരിക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള കരാർ പ്രകാരം ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. യുദ്ധത്തെ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലപാതകങ്ങളെ, മനുഷ്യരെ കൊന്നു തള്ളുന്നതിനെ വെറുക്കുന്ന ഓരോ മനുഷ്യർക്കും സന്തോഷിക്കാനുള്ള നിമിഷമാണിത്. 1.5 വർഷത്തിലേറെ നീണ്ട ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്ക് സമ്പത്ത് കൊണ്ട് ദരിദ്രമായ ഒരു രാജ്യത്തെ മുച്ചൂടും മുടിപ്പിക്കലിനാണ് ഈ ദിനത്തിൽ അന്ത്യമായിരിക്കുന്നത്. ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്ത് തങ്ങളുടെ പൗരന്മാരായ ബന്ദികളെ മോചിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ അതിന് സാധിക്കാതെയാണ് ഇസ്രായേലിൻ്റെ തങ്ങളുടെ ഭൂമിയിൽ നിന്നുള്ള മടക്കം എന്നുള്ള സന്തോഷം മാത്രമാണ് ഗസയിലെ മനുഷ്യരുടെ മുഖത്ത് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഖത്തറിന്റെ മേൽനോട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട കരാറിന്റെ ഭാഗമായുള്ള ആദ്യ നടപടിയായി വെടിനിർത്തൽ ഇന്നു മുതൽ നിലവിൽ വരുന്നതായി ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരിയാണ് അറിയിച്ചത്. കക്ഷികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഗസ മുനമ്പിലെ വെടിനിർത്തൽ ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 8:30 ആരംഭിക്കും. മുൻകരുതലുകൾ എടുക്കാനും അതീവ ജാഗ്രത പാലിക്കാനും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കാനും ഞങ്ങളുടെ സഹോദരങ്ങളെ ഉപദേശിക്കുന്നുവെന്നും മജീദ് അൽ അൻസാരി അറിയിച്ചു. 6 മണിക്കൂറിലധികം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇസ്രായേൽ സർക്കാർ കരാർ അംഗീകരിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. ഇസ്രായേൽ സൈന്യം 46,786 പലസ്തീനികളെ കൊല്ലുകയും 1,10,453 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത 460 ദിവസത്തിനകം നീണ്ട യുദ്ധത്തിന് ശേഷമാണ് കരാർ അംഗീകരിച്ചത്. ഇസ്രായേൽ തടവിലാക്കിയ 100 കണക്കിന് പലസ്തീനികൾക്ക് പകരമായി അടുത്ത 6 ആഴ്ചക്കുള്ളിൽ ഗസയിൽ തടവിലാക്കപ്പെട്ട 33 തടവുകാരെ ഹമാസ് മോചിപ്പിക്കും. സൈനികർ ഉൾപ്പെടെ ശേഷിക്കുന്നവരെ 2ാം ഘട്ടത്തിൽ വിട്ടയക്കും. എന്നാൽ ശാശ്വത വെടിനിർത്തൽ നടപ്പാക്കാതെയും ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങാതെയും തടവുകാരെ പൂർണ്ണമായി വിട്ടയക്കില്ലെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 മാസത്തെ സംഘർഷത്തിനിടെ ഗസയിൽ നിന്ന് തടവിലാക്കപ്പെട്ടവർ കൂടാതെ നിലവിൽ 10,400 പലസ്തീനികൾ ഇസ്രായേൽ ജയിലുകളിൽ ഉണ്ടെന്ന് പലസ്തീൻ കമ്മീഷണർ ഓഫ് ഡിറ്റൈനീസ് ആൻഡ് എക്സ് ഡിറ്റൈനീസ് അഫയേഴ്സ്, പലസ്തീനിയൻ പ്രിസണേഴ്സ് സൊസൈറ്റി എന്നിവ വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ തുടങ്ങിയാൽ ഞായറാഴ്ച മോചിപ്പിക്കേണ്ട 95 പലസ്തീനികൾ സ്ത്രീയുടെയും കുട്ടികളുടെയും പട്ടിക ഇസ്രായേൽ നീതിന്യായ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം മോചിപ്പിക്കേണ്ട തടവുകാരുടെ പേരുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വ്യവസ്ഥകൾ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് ഖത്തർ, ഈജിപ്ത്, US എന്നീ രാജ്യങ്ങൾ നിരീക്ഷിക്കും. എന്നതിനാൽ ഇസ്രായേൽ ഇത്തവണ കരാർ ലംഘനം നടത്താൻ സാധ്യതയില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കരാറിലെ സുപ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഗസയിലേക്ക് പ്രതിദിനം 600 ലോഡ് ട്രക്ക് സഹായം അനുവദിക്കും. 6 ആഴ്ചത്തെ ആദ്യ ഘട്ടത്തിൽ കുട്ടികൾ, വനിതാ സൈനികർ, സാധാരണക്കാർ, 50 വയസ്സിന് മുകളിലുള്ളവർ എന്നിങ്ങനെ 33 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിക്കുക. പകരം ഒരു വനിതാ സൈനികന് 50 പലസ്തീനിയൻ തടവുകാരെയും ഓരോ സാധാരണ തടവുകാരനും 30 പേരെ വീതവും മോചിപ്പിക്കും. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ നിന്ന് തടവിലാക്കിയ 19 വയസ്സിന് താഴെയുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രായേൽ മോചിപ്പിക്കും. 2ാം ഘട്ടത്തിൻ്റെ ഭാഗമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന കൂടുതൽ പലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കും. ഈജിപ്തിനും പലസ്തീനും ഇടയിലുള്ള അതിർത്തി പ്രദേശമായ ഹിലാഡൽഹി ഇടനാഴിയിൽ നിന്നുൾപ്പെടെ ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായ പിൻവാങ്ങൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ 3 മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. പകരമായി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറും. പലസ്തീനികളെ ക്രമേണ ഗസയുടെ വടക്കുഭാഗത്തേക്ക് മടങ്ങാൻ ഇസ്രായേൽ അനുവദിക്കും. അതേസമയം ഖത്തറും ഈജിപ്തും പലസ്തീനികൾക്കൊപ്പം നിന്ന് പോരാടാൻ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുമ്പോൾ നിരവധി രാജ്യങ്ങൾ ഇവർക്കൊപ്പമുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. അതോടെ ഗസയുടെ പൂർവാധികം ശക്തിയോടെയുള്ള തിരിച്ചുവരവാകും ഇനി കാണാൻ പോവുക. ഈ ദുരിതത്തിലും തകരാത്ത മനുഷ്യരുടെ പുഞ്ചിരി ഇപ്പോൾ ലോകത്തിനു കൂടി സമാധാനം സമ്മാനിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.